ഇത് കണ്ടോ, കുറച്ച് കുരുത്തോല. അതിപ്പോൾ ഈ തെങ്ങിൽ നിന്ന് മുറിച്ചാണ് ഞാനത്. ഇതുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കത് കാണാം. പോവാം. ഒരോല ഞാൻ എടുത്തിങ്ങനെ ചീന്തി അതിൻ്റെ ഈർക്കിലിങ്ങനെ ഓലയിൽ നിന്നിങ്ങനെ വേർപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഈ അറ്റം ഇത്ര നീളത്തിൽ അങ്ങനെ നിർത്തിയിട്ട് ഈ ഈർക്കിലിനെ ഞാനിങ്ങനെ ഒരു റിങ്ങാക്കി മാറ്റുകയാണ്. വലത് കൈയിലേക്ക് പിടിച്ചിട്ട് ഈ ഇടത് കൈ കൊണ്ട് ഈ ഓല നേരത്തെ ചെയ്ത പോലെ തന്നെ എതിർവശത്ത് കൊണ്ടുവന്ന് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കോർത്ത് വലിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു രൂപമായി. ഈ ഓല നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ച് മടക്കും. മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എതിർവശത്ത് കൂടെ എടുത്തിട്ട് ആ റിങ്ങിനുള്ളിൽ കൂടെ കടത്തി ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇതുപോലെ ആവും. കണ്ടോ? ഇനി ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇത് കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഒരു കൊച്ചു കുസൃതി കവിത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിത്തരാം. ചൊല്ലട്ടെ? പുളിയിൽ പുളിവാലൻ കിളി, പുളിയിൽ കിളിവാലൻ പുളി, പുളിവാലൻ കിളി പുളി തിന്നു, കിളിവാലൻ പുളി കിളി തിന്നു. ഇത്ര പറഞ്ഞാൽ മതി. ഇതൊരു ഇപ്പോൾ പക്ഷിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊക്ക് വേണം. ആ കൊക്കിന് നമ്മളൊരു ഓല എടുത്തു. ഈ അറ്റം ഇങ്ങനെ ഇങ്ങനെ വളയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വളയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ഇനി ഈ ഭാഗത്ത് ഇതിനിങ്ങനെ വെച്ചു. ഈ റിങ്ങിൻ്റെ ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം നമ്മൾ ഇപ്പുറത്തോടെ എടുത്തിട്ട് ഇതിലേക്ക് കോർത്ത് വലിച്ചു. ഇനി ഈ തല ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത്. അപ്പോൾ ഇവിടെ നമുക്കിതിലെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഈ കത്തി കൊണ്ട് പതുക്കെ ഒന്ന് കീറി കൊടുക്കാം. ഉണ്ടോ? കീറി ഇപ്പുറത്ത് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി വെച്ചു. കണ്ടോ? പക്ഷിയുടെ കൊക്കായി. ഇനി ഇതിലൊരു ചിറക് വയ്ക്കാം. നമുക്ക് 4 5 എത്ര വേണമെങ്കിൽ മടക്കാം, അത് വലിപ്പം അനുസരിച്ച്. എന്നിട്ട് ഈ അറ്റം ഇങ്ങനെ ചെത്തി ഇതിങ്ങനെ വിടർത്തി വയ്ക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മടക്കുകളില്ലേ, ഈ മടക്കുകളുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു. നല്ല രസമുള്ള ഒരു പക്ഷിയായി. അടുത്തതുപോലെ തന്നെ നമുക്ക് കൗതുകമുള്ള ഒരു വസ്തു ഉണ്ടാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.